ഇന്ന് നമുക്ക് ആവോലിയാണ് കറിക്ക് ഇട്ടിരിക്കണേ കേട്ടോ. ആവോലിനെ കട്ട് ചെയ്യണം എങ്ങനെയാണെന്നും ക്ലീൻ ചെയ്തിട്ട് കറി വെക്കണം എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം തന്നെ കത്തി കൊണ്ട് അതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊരഴുക്കുണ്ടാകും. അത് കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇങ്ങനെ വെറുതെ ചിരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. പിന്നെ അതിൻ്റെ സൈഡിലെ 2 ചിറകുകൾ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. 2 സൈഡിലും ഉണ്ടാകും ചിറക്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തലയുടെ ഭാഗത്തും 2 ചിറകുണ്ട്, അത് മുറിച്ച് കളയാം. പിന്നെ അതിന് ശേഷം വാലും മുറിച്ച് കളയണം. നമുക്ക് വാല് മുറിച്ചതിന് ശേഷം നമ്മൾ കത്തി എടുത്തിട്ടേ അതിൻ്റെ തലയുടെ 2 സൈഡിൽ നിന്നും ഇതിങ്ങനെ ഇങ്ങനെ പൊളിച്ച് കളയണം. പൊളിച്ച് കളഞ്ഞിട്ട് 2 സൈഡിൽ നിന്നും മുറിക്കണം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് ഇങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതെടുത്ത് കളയാം. ഇത്രയേ ഉള്ളൂ. ഇത് അധികം അഴുക്കൊന്നും ഇല്ലാത്ത മീനാണ്. നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കഴിയാൻ പറ്റും. അതിന് ശേഷം ഇതിനൊന്ന് കഴുകിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. നോക്കിയാൽ നല്ല വൃത്തിയായിട്ടിരിക്കണില്ലേ ഈ മീൻ. അതിന് ശേഷം നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാനായിട്ട് ഒരു കട്ടിംഗ് ബോർഡുമ്മ വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ആദ്യം അതിൻ്റെ വാല് മുറിച്ചതിന് ശേഷം നടുക്ക് കത്തി കൊണ്ട് വരഞ്ഞിട്ട് 2 പീസാക്കാം. അത് കഴിഞ്ഞിട്ട് കത്തി വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നല്ല ഭംഗിയായിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയൊരു മീനാണിത്, ആവോലി. പ്രത്യേകിച്ച് അഴുക്കുകളൊന്നുമില്ല, നല്ല ക്ലീനായിട്ടിരിക്കും. കത്തി കൊണ്ട് മുറിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് അങ്ങനെ 2 പീസും നോക്കി നല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ലേ. 2 സൈഡും അതേപോലെ മുറിച്ചെടുക്കാം. മുറിച്ചിട്ട് നമുക്കിതിന് കറി വെക്കണം എങ്ങനെയാണെന്നും കൂടെ നോക്കാം കേട്ടോ ഈ വീഡിയോയിൽ. മുറിച്ച പീസുകൾ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണിത്. കറി വെക്കാനായിട്ട് ആദ്യം ചട്ടി വെച്ചിട്ട് ഉലുവ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തക്കാളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തക്കാളിയും ആ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി നന്നായി വഴറ്റണം. അത് നന്നായി മൊരിയണം കേട്ടോ. കുറച്ചധികം നേരം ഇട്ടിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. അതും ഇളക്കി നന്നായി മൊരിയിച്ചെടുക്കുക. ഇത് മൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. നന്നായി മൊരിഞ്ഞതിന് ശേഷമേ പൊടികൾ ചേർക്കാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുളക് പൊടിയിൽ കുറച്ച് കാശ്മീരി പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതാണ് കളർ 2ആയിട്ട് തോന്നുന്നത്. അത് കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും അതിലിട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റുക വെച്ചാൽ മുളകും മഞ്ഞളും ഒക്കെ നന്നായി വരണ്ട് വരണം കറിക്ക് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ. പിന്നെ നമ്മളിത് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഈ കറി വെക്കണത്. അപ്പോൾ ഞങ്ങൾ തേങ്ങ നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് തേങ്ങ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അരപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി മൊരിഞ്ഞതിന് ശേഷമേ ഒഴിക്കാൻ പാടുള്ളൂ. ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അരപ്പും ആദ്യം ഇട്ട മസാലയും കൂടി നന്നായി മിക്സ് ചെയ്യണം. നന്നായി എല്ലാ ഭാഗവും എത്തണ രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. അരപ്പ് നന്നായി വാടണം. നല്ലോണം വാടിയതിന് ശേഷമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നുള്ളൂ. ഞങ്ങൾ വിറകടുപ്പിലാണ് കേട്ടോ കറിയൊക്കെ വെക്കണത്. വിറകിലടുപ്പിൽ ചെയ്യുമ്പോൾ മീൻ കറിക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് വരും. നല്ല രുചിയായിട്ട് വരും മീൻ കറി. ഇനി അരപ്പ് നന്നായി വാടിയിട്ട് അതിൽ ആവശ്യത്തിന്
ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുടംപുളി നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് ആ വെള്ളത്തെപ്പടി തന്നെ അതിൽ ഒഴിച്ചു കൊടുക്കണം. കഴുകിയിട്ട് വെച്ചതുകൊണ്ട് അപ്പോൾ അതിലെ പുളിയൊക്കെ നന്നായി ഇളകിയിട്ടുണ്ടാവും. കുറച്ച് നേരമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ അരപ്പ് തിളക്കുന്നുണ്ട്. തിളച്ചിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളമൊഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് അരപ്പൊന്ന് തിളപ്പിക്കണം. ഒരു മൂടി എടുത്ത് വെച്ചിട്ട് മൂടി കുറച്ച് നേരം വെക്കുക. വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അരപ്പ് തിളച്ചിട്ടുണ്ട്. തിളച്ചിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. തിളച്ച അരപ്പിലേക്ക് എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വീണ്ടും കുറച്ച് നേരം കൂടെ വേവിക്കണം കേട്ടോ. ഈ മീൻ അധികം വേവൊന്നുമില്ല, കുറച്ച് നേരം വെച്ചാൽ മതിയാവും. എല്ലാ മീൻ കഷ്ണങ്ങളും ഇടണേ. ഇട്ടതിന് ശേഷം കയ്യിൽ ഉപയോഗിച്ചിട്ട് ആ മീൻ കഷ്ണങ്ങളെ ഒന്ന് അരപ്പിലേക്ക് ഇട്ട് മുക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇത് ആവണ രീതിയിലാക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. നമ്മുടെ കറി കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ കറി റെഡി ആയിരിക്കുന്നുണ്ട്. നല്ല സെറ്റായിരിക്കുന്നതാണ്. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും